സാങ്കേതിക സർവകലാശാലയിലെ പ്രതിസന്ധികൾക്ക് ഉടൻ പരിഹാരമാകുമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. സർവകലാശാലയിലെ പ്രതിസന്ധി സംബന്ധിച്ച 24 വാർത്തയിലായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. അതിനിടെ കേരള സർവകലാശാലയിൽ താൽക്കാലിക VC ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ ജീവനക്കാരുടെ സംഘടനാ പ്രതിനിധികളുടെ യോഗത്തിൽ നിന്ന് CPM അനുകൂല സംഘടനാ പ്രതിനിധികൾക്ക് വിട്ടുനിൽക്കുകയാണിപ്പോൾ. സിൻഡിക്കേറ്റ് ചേർന്ന ബജറ്റ് അംഗീകരിക്കാത്തതിനാൽ സാങ്കേതിക സർവകലാശാല സ്തംഭനാവസ്ഥയിലാണ്. ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയതും സർട്ടിഫിക്കറ്റ് പ്രിന്റ് ചെയ്യാൻ കഴിയാത്തതും ഉൾപ്പെടെയുള്ള പ്രതിസന്ധികൾ 24 ആണ് പുറത്തു കൊണ്ടുവന്നത്. പിന്നാലെയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം. പ്രശ്നമുണ്ടെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാവും. നമ്മുടെ വിദ്യാർത്ഥികളുടെ നല്ല ഭാവിയെ കരുതി ഗവൺമെന്റ് അതിന്റെ പ്രയോറിറ്റി സെക്ടറായിട്ട് എടുത്തിട്ടുള്ള മേഖലയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖല. ആ ഒരു ക്വാളിറ്റി, ആ ഒരു എക്സലൻസ് നമുക്ക് നിലനിർത്തി മുന്നോട്ട് പോകാൻ കഴിയണം. അതാണ് സർക്കാരിന്റെ നിലപാട്. സർവകലാശാല വിഷയത്തിൽ ഗവർണറുമായുള്ള ചർച്ച പോസിറ്റീവാണെന്നും മന്ത്രി പറഞ്ഞു. ഇതിനിടെ കേരള സർവകലാശാലയിൽ ജീവനക്കാരുടെ യോഗം വിളിച്ച് താൽക്കാലിക വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മൽ. സിൻഡിക്കേറ്റ് അംഗങ്ങൾ വിളിച്ചുവരുത്തി അപമാനിച്ചെന്ന ജീവനക്കാരുടെ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലാണ് യോഗം വിളിച്ചത്. CPM, CPI, കോൺഗ്രസ്, BJP അനുകൂല ജീവനക്കാരുടെ സംഘടനാ പ്രതിനിധികളെയാണ് യോഗത്തിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കെതിരെ കോൺഗ്രസ് അനുകൂല സംഘടനകൾ പ്രതിഷേധിച്ചു. 24 തിരുവനന്തപുരം.